എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മെഡി ടോക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം പ്രമേഹവും ഭക്ഷണശൈലിയും. നമ്മുടെ അതിഥി ഈരാറ്റുപേട്ടയിലെ ഋഷി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ MD ആയ ഡോക്ടർ സെബാസ്റ്റ്യനാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ സംശയങ്ങളും താഴെ കാണുന്ന നമ്പറിൽ വെച്ച് ഡോക്ടറോട് ചോദിക്കാം. ചോദിക്കുമ്പോൾ ഫോണിൽ മാത്രം ശ്രദ്ധിക്കുക, ടിവിയുടെ ശബ്ദം തീർത്തും കുറച്ച് വയ്ക്കുക. നമുക്ക് ഡോക്ടർ സെബാസ്റ്റ്യൻ മെഡി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ 2 ദിവസം മുമ്പായിരുന്നല്ലോ നമ്മുടെ ലോകാരോഗ്യ ദിനം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യത്തെ ലോകാരോഗ്യ ദിനത്തില് ഭക്ഷണത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നത്. തീർച്ചയായിട്ടും ശരിക്കും പ്രമേഹവും ഭക്ഷണവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് അല്ലേ? നമ്മുടെ ഈ പ്രമേഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ശൈലി ഉള്ള ഡോക്ടർ എന്നെ രോഗമായിട്ട് പോലും കാണുന്നില്ല എന്നൊരിക്കൽ പറയുണ്ടായി അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതിലെ ഈ ജീവിത ശൈലി നമ്മൾ എണീക്കുന്നത്, കിടക്കുന്നത്, ഇരുന്ന് ജോലി ചെയ്യുന്നത് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലെല്ലാം ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണമാണ്, ഈ ഭക്ഷണക്രമമാണ്. അപ്പോൾ ആ ഭക്ഷണക്രമം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ വളരെ കുറവാണ്. മുഴുവനും നമുക്ക് മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നും മറ്റുള്ള രാജ്യത്തു നിന്നും ഒക്കെ വരുന്ന പഴങ്ങളും പച്ചക്കറികളും ധാന്യാഹാരങ്ങളും ഇതാണല്ലോ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ നമുക്കറിയാം അസുഖങ്ങൾ, ഈ പ്രമേഹം മാത്രമല്ലല്ലോ ചികിത്സിച്ച അസുഖമാകാൻ പറ്റില്ലാത്ത, അതുപോലെ ഹാർട്ടിനൊക്കെ തകരാറ് വരുന്നു. അതുപോലെ നമ്മുടെ ലിവർ സിറോസിസ്, അതുപോലെ ലിവർ സിറോസിസ് അല്ലാതെ തന്നെ ലിവറിന് വേണ്ടിയിട്ട് എത്രയോ തരത്തിലുള്ള അസുഖങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. കണ്ണിൻ്റെ കാഴ്ച റെറ്റിനോപ്പതിക്ക് വന്നാൽ അങ്ങനെ കണ്ണിന് ഒട്ടും കാഴ്ചയില്ലാതെ വരുന്ന അന്ധനായിട്ട് കഴിയേണ്ട സ്ഥിതി വരിക, നമ്മുടെ കിഡ്നി മുഴുവനും നശിച്ചു പോകുന്ന ഒരു സ്ഥിതി. ഇതുപോലെ ഓരോ തരത്തിലുള്ള അസുഖങ്ങളും വന്ന് നമ്മളിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ആ ഒരു കുടുംബം നമ്മളിങ്ങനെ നശിക്കുക. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു അസുഖം, പ്രത്യേകിച്ച് ഒരു കിഡ്നിക്കോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ അവരുടെ അവസാനം വരെ ചികിത്സിച്ച് ആഭരണങ്ങളും വിറ്റ്, കടവും മേടിച്ച്, സ്ഥലവും വിറ്റ്, കടക്കാടവും വീടുകളോ ഒന്നും ഇല്ലാതെ ചെയ്യുന്ന ധാരാളം ആൾക്കാരെ ഞങ്ങൾക്കറിയാം. ആ കുടുംബം നശിക്കുക. അങ്ങനെ കുടുംബം നശിച്ചു കഴിയുമ്പോൾ നമ്മുടെ നാട് നശിക്കും. അതുപോലെ ഒരു കുറച്ച് കുടുംബങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടും, അങ്ങനെ കുറച്ച് നാടുകളും ഇതുപോലെ നശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യവും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ആ പണവും കാര്യങ്ങളും മുഴുവനും നമ്മൾ ക്ഷയിച്ചുകൊണ്ട് പോയിരിക്കുക. വേറൊരു ഭാഗത്തൂടെ പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിൽ കൂടുതൽ നമ്മളിവിടെ നശിച്ചുകൊണ്ടിരിക്കുക. ഈ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും നമ്മൾ ചിലവഴിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പ്രമേഹം തന്നെ എടുത്താൽ ലോകത്തിലെ 1ാം സ്ഥാനം എന്ന് പറയുന്നത് ചൈനയ്ക്കാണ്, 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. ആ ഇന്ത്യയുടെ ക്യാപിറ്റൽ അതാണ് പ്രമേഹത്തിൻ്റെ എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലാണ്. ഇത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇതുപോലെ തന്നെ ഇത്ര മാരകമായിട്ടുള്ള രീതിയിൽ ഇത് ഉണ്ടാകുന്നത്? നമുക്കറിയാം, 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഈ സ്വാതന്ത്ര്യം 47 കിട്ടുന്നതിന് മുൻപ് വിദേശികൾ മുഴുവൻ നമ്മുടെ സ്വത്തുക്കളെല്ലാം പണമായിട്ടും രക്തങ്ങളായിട്ടും, നമുക്കറിയാം സാമൂഹ്യശാസ്ത്രത്തിലും മറ്റും എന്തുമാത്രം വിലമതിക്കാൻ പറ്റാത്ത, ചിന്തിക്കാൻ പറ്റാത്തതിന് അപ്പുറമാണ് നമ്മുടെ സ്വത്തുകൾ. ഇതുപോലെ എല്ലാ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ എന്തുമാത്രം നിധികളുണ്ടായിരുന്നു, ഇത് മുഴുവൻ കൊണ്ടുപോയി. അതുപോലെ നമ്മൾ ഏറ്റവും വിലമതിക്കാനുണ്ടായിരുന്നത് നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെയാണ് കൊണ്ടുപോയത്. ഈ റോക്കറ്റും അതുപോലെ ഇതുപോലുള്ള ഒരുപിടി കണ്ടുപിടുത്തങ്ങൾ, ഈ മിഷണറീസ് മുഴുവൻ നമ്മുടെ ഇന്ത്യയിലെ ഗ്രന്ഥത്തിൽ നിന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഭാരതത്തിൽ നിന്ന് കൊണ്ടുപോയി അങ്ങനെ നശിപ്പിച്ചു. എന്നാൽ അതിനുശേഷം ഈ 47 ശേഷം നമ്മളെ തന്നെ, നമ്മുടെ ഇന്ത്യ, നമ്മുടെ ഭാരതത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ തന്നെ ഇപ്പം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അവരെ കുറ്റം പറഞ്ഞിട്ട് അതിൻ്റെ കാരണം ഞാൻ പറയാം. ഇപ്പം നമുക്കിവിടെ നമ്മുടെ പണം എല്ലാം എന്ത് ചെയ്യുക? അപ്പം നമ്മൾ മുഴുവൻ ഹോസ്പിറ്റലിൽ കൊണ്ടേ കൊടുക്കുക. അതൊരു വലിയ ബിസിനസ്സായി മാറി, വലിയൊരു ബിസിനസ്സായിട്ട് വന്നിരിക്കുക. നമ്മൾ ഏത് അസുഖത്തിനും, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടെങ്കിൽ പ്രമേഹമായിട്ടോ ലിവറിന് വേണ്ടിയിട്ടോ കിഡ്നിക്ക് വേണ്ടിയിട്ടോ എല്ലാവരും ആശുപത്രി പോക്കുക. ഒരു വീട്ടിൽ ഒരാളല്ല അസുഖം ഉള്ളത്, ഒരു വീട്ടിൽ വീട്ടിലെ മുഴുവൻ ആൾക്കാർ മുഴുവനും ഹോസ്പിറ്റൽ ആണ്. എവിടെ പോകാൻ ചോദിച്ചാൽ ഹോസ്പിറ്റലാണ്, ഇന്ന ആൾ ആശുപത്രി കിടപ്പുണ്ട്. ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് അവരുടെ വിദേശികളുടെ മിഷനറിയാണ് അവിടെ ഉള്ളത്. നമുക്കറിയാം, ഇൻസുലിൻ തന്നെ പ്രമേഹ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള, അതുപോലെ ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള പല മരുന്നുകളും എല്ലാം വിദേശികളുടെ മരുന്നുകളാണ്. വിദേശികൾ ഇപ്പം നമുക്ക് മരുന്ന് തരാതിരുന്നു കഴിഞ്ഞാൽ
നമ്മൾ ആകപ്പാടെ വിഷമത്തിലായി, നമുക്ക് മരുന്നില്ല. അല്ലെങ്കിൽ വിദേശികളുടെ കമ്പനി ഇവിടെ വന്നിട്ട് അവർ അതിൻ്റെ ഫോർമുലയായി മരുന്നുകളും കൊടുത്ത് ഇവിടെ ഉണ്ടാക്കിച്ച് നമുക്ക് തരുന്നു. എന്താണേലും നമ്മുടെ പണം മുഴുവൻ, നമ്മുടെ ഓരോ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പണം മുഴുവൻ ഹോസ്പിറ്റലിൽ വഴി നമ്മൾ അവരിലെത്തുവാണ്. പണ്ടത്തേതിലും വളരെ മോശമായ സ്ഥിതിയാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിലും മുൻപുണ്ടായിരുന്നതിലും വളരെ മോശമായ സ്ഥിതിയാണ് നമ്മളിപ്പം. അപ്പോൾ നമ്മുടെ പണം മുഴുവനും പോയി വിദേശം ആധിപത്യത്തിൽ നമ്മൾ കഴിയുകയാണ്. ഇതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്? നമുക്ക് എന്തുകൊണ്ടാണ് ഈ അസുഖങ്ങൾ വരുന്നത്? നമ്മൾ മുൻപ് എന്നോട് ഇപ്പോൾ ചോദിച്ചില്ലേ, നമ്മുടെ ഈ വിഷലിപ്തമായിട്ടുള്ള ഈ പച്ചക്കറികളും ധാന്യാഹാരങ്ങളും അതുപോലെ പഴവർഗ്ഗങ്ങളും എല്ലാം പൂർണ്ണമായിട്ടും വിഷം തളിച്ചാണ് ഉണ്ടാകുന്നത്. കൃഷിയിൽ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ റിസർച്ച് വിങ്ങിലെ ഡോക്ടേഴ്സും അതിനൊരു ഗ്രൂപ്പുണ്ട്. അവരെല്ലാം എനിക്ക് തോന്നുന്നു ആന്ധ്രയിലും കന്നഡയിലും തമിഴ്നാട്ടിലും എല്ലാം പോയി, പലയിടത്തും ഞാനും പോയിട്ടുണ്ട്, പലയിടത്തും പോയി അതിനെപ്പറ്റി ശരിക്കും നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തി അതിൻ്റെ രൂക്ഷത എന്തുമാത്രം ഉണ്ടെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കുകയും നമ്മൾ ഗവൺമെൻറ്റിനെയൊക്കെ പലപ്പോഴും നമ്മളിത് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ചെയ്യാൻ പറ്റിയേലായിരിക്കും. എന്താണെങ്കിലും നമ്മൾ ഈ കിട്ടുന്ന മുന്തിരിങ്ങയൊക്കെ ആണെങ്കിൽ പറിക്കുന്നതിന് തൊട്ട് മുമ്പ് കപ്പിനകത്ത് ഭയങ്കരമായ വിഷം മുക്കിയെടുക്കുക. അതുപോലെ ഇത് പറിച്ച് കത്രിക്ക് ഇത് കണ്ടിച്ചെടുത്തു കഴിഞ്ഞാലും നമ്മൾ ഈ പാക്കറ്റിനകത്തോട്ട് വെക്കുന്നതിന് മുമ്പ് ഈ ബക്കറ്റിൽ ഭയങ്കരമായ വിഷമുള്ള ബക്കറ്റിൽ മുക്കിയതിന് ശേഷമാണ്. അതൊരു ഒരാഴ്ച 2 ആഴ്ച 1 മാസം ഇരുന്നാലും കേടുവരികയില്ല. കാരണം അതിൽ ഫംഗസോ അതല്ലെങ്കിൽ ബാക്ടീരിയ ഒന്നും ഒരു കാരണവശാലും അതിൽ പിടിക്കുകയല്ല. പിടിച്ചു കഴിഞ്ഞാൽ ചത്തുപോകും. അത്ര ഈ വിഷം മുഴുവനും നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മളത് മുഴുവനും ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുക, കഴിച്ചുകൊണ്ടിരിക്കുക. ഡോക്ടർ ഇപ്പോൾ ഇത് പറഞ്ഞ് ഇടയ്ക്കൊന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ പറയണ്ടായി വിദേശത്തേക്ക് പൈസ പോകുന്ന ചികിത്സയ്ക്കായിട്ട്. യഥാർത്ഥത്തിൽ ഇതിന്റെ കാരണം നമ്മൾ തന്നെയല്ലേ? നമ്മൾ തന്നെയല്ലേ ഈ വിഷമെല്ലാം അടിച്ച്? തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഇത് അതേ സ്ഥാനത്ത് തമിഴ്നാട്ടിലൊക്കെ എനിക്കറിയാം, അവർക്ക് വേണ്ടിയിട്ടുള്ള ഞങ്ങൾക്ക് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പല പച്ചമരുന്നുകൾ ഇങ്ങനെയുള്ളതൊക്കെ അവിടെ കളക്ട് ചെയ്യാനൊക്കെ നമ്മളിങ്ങനെ പോയാൽ നമുക്ക് അവർ പച്ചക്കറി ചിലപ്പം തന്നുവിടും. ഇങ്ങോട്ട് കേരളത്തോട്ട് കയറ്റി വിടുന്ന പച്ചക്കറി അല്ല തരുന്നത്. അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ സ്വന്തമായിട്ട് ഒരു ഇടമുണ്ട്. അവിടെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് തന്നുവിടുകയും അതിനൊക്കെ പ്രത്യേകിച്ച് ടേസ്റ്റ് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവരുപയോഗിക്കുന്നതിന് നമുക്ക് തന്നുവിടുന്ന അറിയാം. അപ്പോൾ അതുകൊണ്ട് അവർക്കറിയാം, കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടറിയാം. അപ്പോൾ അത് കേരളത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ ഇത് മുഴുവനും അതിന് വിത്ത് വിതയ്ക്കുമ്പോൾ മുതൽ നമുക്കറിയാം തണ്ണിമത്തങ്ങ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കുടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഇല്ലേ, ഇത് അരി ഇടുന്നപ്പോൾ പാകുന്നതിൻ്റെ മുമ്പ് മുതൽ ഭയങ്കരമായ വിഷത്തിനകത്താണ്. അല്ലെങ്കിൽ ഇത് എടുത്തുകൊണ്ട് പോകും, പ്രാണികൾ എടുത്തുകൊണ്ട് പോകും. അവിടെ മുതൽ ഇത് ഭയങ്കരമായിട്ട് ഏറ്റവും കൂടുതൽ വിഷം ചേർക്കുന്ന കോളിഫ്ലവറിന് ഈ തണ്ണിമത്തങ്ങ ആയിക്കാത്തതാണ്. ഡോക്ടർ, നമുക്കൊരു കോൾ കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് വരാം. ഹലോ, മെഡിടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, പേര് പറയൂ. ഞാൻ സാജിദാണ്, കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിനാണ് സംസാരിക്കുന്നത്. ഓക്കെ, ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. ശരി, എന്താണ് അറിയേണ്ടത്? സർ, അതായത് പ്രമേഹം വരാൻ കാരണമായിട്ടുള്ള ഭക്ഷണം എന്തൊക്കെയാണ് സർ? എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നോർമൽ അപ്പോൾ സംബന്ധിച്ച്? പ്രമേഹത്തിനുള്ള അതിനെപ്പറ്റിയുള്ള ഈ ഭക്ഷണത്തിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാ പഴങ്ങൾ എല്ലാ അതുപോലെ പച്ചക്കറിക്കാണ് പിന്നെ അല്പയിലും കുഴപ്പമില്ലാത്തത്. നമ്മൾ കുടിക്കുന്ന പാല്, ചായ, കാപ്പി ഇതൊന്നും നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നതല്ല ഇത്. അപ്പോൾ അതാണ് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നമുക്ക് പരമാവധി അത് കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ചോറ്, ഇപ്പം എനിക്ക് വേണമെങ്കിൽ പറയാം കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉള്ള ചോറ് ഇല്ലേ, അതല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട ഭക്ഷണം. അത് അരിയാഹാരങ്ങൾ, ഇഡ്ഡലി, ദോശ ഇതൊക്കെ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണം ആയതുകൊണ്ട് ഇതൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. അതൊക്കെയാണ് നമുക്ക് ഒഴിവാക്കേണ്ടത് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, നമുക്ക് ഇതൊന്ന് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നമുക്ക് അത് ഒക്കെ കഴിയുന്നതും നമുക്ക് ഒഴിവാക്കാം. അതിൻ്റെ അകത്ത് നല്ലതൊക്കെ നമ്മൾ സ്വീകരിക്കുക, ചള്ളൊക്കെ നമുക്ക് കാണിച്ചു തരിക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പഞ്ചസാര നമ്മൾ എന്തിനും ആവശ്യമില്ല. അത് ഈ ചായയും കാപ്പിയും ഉപയോഗിക്കുന്നതുകൊണ്ടല്ലേ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കേണ്ടത്. അത് കൃത്രിമമായിട്ടുണ്ടാക്കുന്നതല്ലേ, കൃത്രിമമായിട്ടല്ലാതെ ഉണ്ടാക്കുന്നതാണ് കരിപ്പെട്ടി, ശർക്കരയൊക്കെ.
അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഒക്കെ പറ്റുമെങ്കിൽ ഈ ശർക്കരയും കരിപ്പെട്ടിയൊക്കെ നമ്മുടെ വീട്ടിൽ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്, പലഹാരം ഉണ്ടാക്കാനും ഒക്കെ. ഏതൊക്കെയായാലും നമ്മൾ ഋഷി ആയുർവേദ ഹോസ്പിറ്റലിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു പഥ്യം പറയുന്നത് ഈ അരിയാഹാരത്തിനെ ഒക്കെ കൂടുതൽ ചായയും കാപ്പിയാണ് അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ, കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഈ ചായയും കാപ്പിയൊന്നും ഉപയോഗിച്ചിരുന്നില്ല. അതുപോലെ ഈ പശുക്കൾ എപ്പോഴും കൊച്ചു കുട്ടികൾ മുതൽ ഈ പാല് കുടിക്കുന്ന വലിയൊരു പ്രവണത. നമുക്കിവിടെ പാലിൻ്റെ ആവശ്യമില്ല. ഇവിടെ പശുക്കളെ വളർത്തുന്നത് അതിൻ്റെ പാലിനും ഇറച്ചിക്കും വേണ്ടിയിട്ടല്ല, അതിൻ്റെ മൂത്രത്തിനും ചാണകത്തിനും വേണ്ടിയിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ പശുവിൻ്റെ അല്ലെങ്കിൽ പാല് എടുത്ത് തൈരാക്കി കടഞ്ഞിട്ട് അതിൻ്റെ നെയ്യ് എടുത്ത് ഉപയോഗിക്കാം. അത് വളരെ ഔഷധ ഗുണമുള്ളതാണ്, അതിൻ്റെ മൂത്രവും അതിൻ്റെ ചാണകവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെയാണ് പശുക്കളെ വളർക്കേണ്ടത്. ഇപ്പം അതിൻ്റെ പാല് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങൾ ഈ പുരാണങ്ങളിലും ഗീതയിലും ഒക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ഈ പാല് കുടിക്കുന്ന ഒരു ചരിത്രങ്ങളും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഈ ഭരണമൊക്കെ ഉണ്ടായിരുന്ന കാലങ്ങളിൽ ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. അത് ഒരു ചായ സൽക്കാരത്തിനെ പറ്റി അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല, പാല് കുടിക്കുന്നതിനെ പറ്റിയും പറഞ്ഞിട്ടില്ല. അതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതാണ്: വിശന്ന് വലിഞ്ഞ് യാത്രക്കാർക്കൊക്കെ സംഭാരം കൊടുക്കുക, മോരുണ്ടാക്കിയിട്ട് അത് സംഭാരം, അതിനാണ് മോര് കൊടുക്കുന്നതിനാണ് ഈ സംഭാരം എന്ന് പറയുന്നത്. അതിങ്ങനെ കൊടുക്കുന്നതിനെ പറ്റി മാത്രമേ ഞങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് ഋഷി റിസർച്ചിന് സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആൾക്കാർ, താങ്കൾ ചോദിച്ചത് നന്നായി. ഈ ഒരു പ്രത്യേകിച്ച് ഈ വിഷയം എനിക്കൊന്ന് പറയാനായിട്ട് പറ്റി. ഏറ്റവും ദൂഷ്യമായിട്ട് ഞങ്ങൾ പറയുന്നത് ചായയും കാപ്പിയും പാലുമാണ്. അത് ചായയുടെയും കാപ്പിയുടെയും ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. ഇപ്പോൾ പാലിൻ്റെ ഞാനിപ്പോൾ ഇത്ര പറഞ്ഞു. അതേ സ്ഥാനത്ത് നമ്മൾ ഈ പാലിന് പകരം മോരും തൈരും ഒക്കെ ധാരാളം കഴിക്കുക. അപ്പം നമുക്ക് നല്ല ഗുണം കിട്ടും. പാലിൻ്റെ കാരണം ഒരു ഗ്ലാസ് പാല് നമ്മുടെ ശരീരം അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് പാല് കുടിച്ചാൽ കിട്ടുന്ന ആ ഗുണം, ആ കലോറി ശരീരം മുടക്കിയെങ്കിലേ, നഷ്ടപ്പെടുത്തിയെങ്കിലേ ഈ 1 ഗ്ലാസ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിപ്പിക്കാനാവുള്ളൂ. അപ്പം എങ്കിൽ പിന്നെ ഇത് കഴിക്കാതിരുന്നാൽ പോരെ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇത്ര ഒരു വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. താങ്ക് യു. വിളിച്ചതിൽ നന്ദി. ഡോക്ടർ, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തൊക്കെ കഴിച്ചാൽ പ്രമേഹം വരും, അല്ലെ എന്തിനൊക്കെ അവോയ്ഡ് ചെയ്താൽ പ്രമേഹം വരാതിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ പ്രമേഹം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ളൊരു ഘടകം വളരെ വലുതാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് ഈ പാരമ്പര്യമായിട്ടും ഈ ഭക്ഷണം കാരണവന്മാർ കഴിക്കുന്ന ഈ ആഹാരം തന്നെ മക്കൾ കഴിക്കുക. അപ്പോൾ ഈ പാരമ്പര്യമായിട്ട് തന്നെ അവരെന്തുകൊണ്ടാണ് ഈ പ്രമേഹ രോഗികളായിരുന്നത്? അവർക്ക് എന്തുമാത്രം ഭക്ഷണം അത് ഏതൊക്കെ ഒഴിവാക്കാം. ചിലപ്പോൾ ഇങ്ങനെ അരിയാഹാരം തന്നെ കഴിക്കുന്നവരായിരിക്കും, 3 നേരം അല്ല 4 നേരം അരിയാഹാരം തന്നെ കഴിക്കുന്നവരായിരിക്കും. അങ്ങനെ മക്കൾക്ക് ഈ ഒരു അസുഖം വരുവാണെങ്കിൽ, കാരണവന്മാർക്കൊക്കെ ഈ അസുഖം ഉണ്ടെങ്കിൽ അല്പം ഒന്ന് കെയർ ചെയ്ത് നല്ലതാണ്. ഈ 3 നേരം അരിയാഹാരം എന്നുള്ളതൊക്കെ ഒന്ന് മാറ്റിയിട്ട് 1 നേരത്തെ അരിയാഹാരവും, അപ്പോൾ ആ പാരമ്പര്യത്തിൽ നമ്മളൊരു മാറ്റങ്ങൾ വരുത്തുക. അങ്ങനെ മാറ്റങ്ങൾ വരുത്തി കഴിയുമ്പോഴത്തേനും നമ്മുടെ അസുഖങ്ങളും പതുക്കെ പതുക്കെ. മാത്രമല്ല, എനിക്ക് തോന്നുന്നു പ്രമേഹം വരാനുള്ള സാധ്യത ഇല്ലാത്തൊരു വ്യക്തി പഞ്ചസാര കഴിച്ചു എന്ന് വെച്ചിട്ട് പ്രമേഹം ഉണ്ടാവണം, യാതൊരു തരത്തിലും ഉണ്ടാവണമെന്നില്ല. പഞ്ചസാര നമുക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ പോലും ഈ ചായയും കാപ്പിയും വേണ്ടെന്ന് വെക്കുന്നതോട് യാതൊരു പോയി ഇല്ലേ, പഞ്ചസാര കഴിക്കണമെന്നില്ല. അഥവാ എനിക്കിപ്പം അല്ലെങ്കിൽ മേഡം പഞ്ചസാര കഴിച്ചുകൊണ്ട് തന്നെ കുഴപ്പമിരിക്കുന്നത് ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. എങ്കിലും അത് കഴിയുന്നത് ഒഴിവാക്കിയിട്ട് ശർക്കരയോ കരിപ്പെട്ടിയോ ഒക്കെ ആക്കാൻ പറ്റിയെങ്കിൽ വളരെ ഗുണകരമായിരിക്കും. ദൂഷ്യം ഇല്ലെന്ന് മാത്രമല്ല, അതിനൊക്കെ അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട്. കരിപ്പെട്ടിക്ക് തീർച്ചയായിട്ടും, ശർക്കരയ്ക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണങ്ങളുണ്ട്. ഓക്കെ ഡോക്ടർ, നമുക്കിനി ഒരു ചെറിയ ഇടവേളയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മെഡി ടോക്ക് തുടരും. മെഡി ടോക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ഡോക്ടർ സെബാസ്റ്റ്യൻ. നമ്മുടെ വിഷയം പ്രമേഹവും ഭക്ഷണശൈലിയും. ഡോക്ടർ, ആഹാരത്തെക്കുറിച്ച്, ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കുറേ പറയുകയുണ്ടായി. അപ്പോൾ ശരിക്ക് പ്രമേഹമോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു രോഗങ്ങളോ, പ്രധാനം ആഹാരമാണല്ലോ, അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കുക? നമ്മളിപ്പോൾ സാധാരണഗതിയിൽ നമ്മളിവിടെ കേരളത്തിൽ നമ്മളിപ്പോൾ ശീലിച്ചു വന്നിരിക്കുന്നതൊക്കെ, നമ്മുടെ കാരണവന്മാരും ശീലിച്ചു വന്നിരിക്കുന്നതൊക്കെ, നമ്മുടെ ആവി ഒളിച്ച് എടുക്കുന്ന ഈ ആഹാരം തീർച്ചയായിട്ടും ഒന്ന് ഇഡ്ഡലി, അതുപോലെ തന്നെ പുട്ടുണ്ടാക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ദോശ, അപ്പം, ഇതെല്ലാം
വേണേൽ നമുക്ക് കഴിക്കാവുന്ന ആഹാരമാണ്. ഓക്കെ. ഇപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ദഹനത്തിനൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എപ്പോഴും ഈ ആവി ഒഴിച്ച് എടുക്കാവുന്ന ആഹാരമൊക്കെ കഴിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അതേ സ്ഥാനത്ത് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് സാധാരണ ആൾക്കാർ കഴിക്കുന്നത്, സാധാരണ ആൾക്കാരെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഒരു നല്ലൊരു വിഭാഗം പ്രത്യേകിച്ച് ഈ അസുഖമൊക്കെ ഉണ്ടാകുന്നവരെ പറ്റി ഞങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് കഴിക്കുന്ന പൊറോട്ട കഴിക്കാം, പൂരി കഴിക്കാം, എണ്ണയ്ക്കകത്ത് കിട്ട് വറുത്ത്, അതുപോലെ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന പപ്സ്, പിന്നെ ഓട്സ് കഴിക്കുന്ന ഒരു സ്ഥിതി. സാധാരണ രീതിയിൽ ഓട്സ് കഴിക്കുന്നത് നല്ലതല്ല. അത് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഉണ്ടാകുന്നതാണ്. നമ്മൾ കേരളത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മളൊക്കെ സാധാരണ ആൾക്കാർ സാധാരണ വീടുകളിൽ ഓട്സ് കഴിക്കുന്ന ഒരു ശീലത്തിലോട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെയുള്ള പേഷ്യൻസിന് ഇതിപ്പോൾ ഇവിടെ നമ്മുടെ വീടുകളിൽ ആരെങ്കിലും പേഷ്യൻസ് ഉണ്ട്, അവരെ കാണാൻ വരുമോ? കാരണന്മാർ വരുന്നവർ ഒരു പാക്കറ്റ് ഓട്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷെ അത് ഭയങ്കരമായി ദൂഷ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ ഇവിടെ കഴിക്കേണ്ടത് കേരളത്തിൽ ഉണ്ടാകുന്ന ആഹാരങ്ങൾ. ഇപ്പം ചക്കയുടെ സമയമാണ്. ഈ ചക്കയുടെ സമയത്തൊക്കെ ധാരാളം ചക്ക കഴിക്കാം. പ്രമേഹ രോഗികൾക്ക് പ്രത്യേകിച്ച് ചക്ക വളരെ നല്ലതായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ കിഡ്നി രോഗികൾക്ക് ചക്കയും ചക്കക്കുരുവും വളരെ ചെറിയൊരു പെർസെൻറ്റേജെങ്കിലും ഗുണം കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും ഈ സമയത്ത് കഴിക്കേണ്ട ആഹാരം എന്ന് പറയുന്നത് ഈ കാലാവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ മഴയ്ക്ക് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഭയങ്കര ചൂടുള്ള സമയത്ത് ചക്ക അതിൻ്റെ ഉൽപ്പന്നങ്ങളും കഴിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. അത് ഈ ഓട്സ് വല്ലതും നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്നതാണോ? ഒന്നുമല്ല. കേരളത്തിൽ ഉണ്ടാക്കുന്ന ഈ ആഹാരങ്ങൾ നമ്മൾ കഴിക്കാം. അത് ആ കേരളത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇവിടെ പ്രൊഡക്ഷനുള്ള ധാന്യാഹാരങ്ങളാണെങ്കിൽ പോലും അത് ഉണ്ടാക്കേണ്ടത് നമ്മളെ പഴയ രീതിയിൽ ഉണ്ടാക്കുന്ന പോലെ ആവി ഒളിച്ചും ഒക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന ഈ ആഹാരം കഴിക്കാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ ഗുണകരമായിരിക്കും. ഡോക്ടർ, നമുക്ക് ഒരു കോളും കൂടി ഉണ്ട്, അത് കഴിഞ്ഞാൽ ശരി. ഹലോ, മെഡിടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, കോള് കട്ടായതാണോ? ഹലോ, പേര് പറയൂ. പേര് പറയൂ. അതെ, പേര് പറഞ്ഞോളൂ. ഹലോ, പേര് പറഞ്ഞോളൂ. അല്പം കൂടി ശബ്ദത്തിൽ പറയുക. ഹലോ, കേക്കാം. പറയൂ. എവിടെ? ഹലോ. പറഞ്ഞോളൂ, കേക്കാം, ഞങ്ങൾക്ക് കേക്കാം. ഹലോ, പറഞ്ഞോളൂ, ഞങ്ങൾക്ക് കേക്കാം. കേട്ടു. എവിടെയായിരുന്നു? ഹലോ. അതെ, പറഞ്ഞോളൂ, ഞങ്ങൾക്ക് കേക്കാം. എനിക്ക് തോന്നുന്നു അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അതെ, കേൾക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. വിളിച്ചതിന് നന്ദി. നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. ഡോക്ടർ പറയുകയുണ്ടായി, കാലാവസ്ഥയ്ക്കനുസരിച്ച്, കേരളത്തിലെ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. എന്നാൽ അതുപോലെ അതിനനുസരിച്ചുള്ള പാനീയങ്ങൾ അല്ലേ, നമുക്ക് സംഭാരമൊക്കെയാണ് നമ്മൾ ധാരാളമായിട്ട് പണ്ട് കുടിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ നാരങ്ങ വെള്ളം ഉപ്പൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് മുളകൊക്കെ ഇട്ട് അങ്ങനെ കുടിക്കുമായിരുന്നു. ഇന്നിപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് എല്ലാം കോളകളിലേക്ക് പോയിരിക്കുകയാണ്. നമുക്കറിയാം ഇവിടെ കൊക്കക്കോളായും അല്ലെങ്കിൽ ഞാൻ പേര് പറയുന്നില്ല, അതുപോലെയുള്ള പാനീയങ്ങൾ മുഴുവൻ ഇതാരുടെയാണ്? ഇത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെയോ നമ്മുടെ രാജ്യത്തെ ഉള്ളതാണോ, ഇന്ത്യയിലുള്ളതാണോ? അല്ല, ഇത് മുഴുവനും വിദേശത്താണ്. ഇല്ല, നമ്മൾ ഈ ഓരോ ഉപ്പി വെള്ളം കുടിക്കുമ്പോഴും അത് മുഴുവൻ വിദേശത്തോട്ട് ഞാൻ ആദ്യം പറഞ്ഞു. അത് മാത്രമല്ല, ഈ കോളയുടെ അതിനകത്ത് ധാരാളം ഈ വിഷാംശം പുഴുക്കളൊക്കെ ഇട്ടിട്ട് ഈ ചില കുടിക്കാനുള്ള ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെയുള്ള കോളകൾ നമ്മൾ തുരുമ്പ് പിടിച്ച് ഇരുമ്പ് ഇങ്ങനെ ഒഴിച്ച് കഴിയുമെങ്കിൽ അത് മുഴുവൻ നല്ല വെള്ളി പോലെ അല്ല നല്ല സ്റ്റീൽ പോലെയാവും എന്ന സ്ഥിതിയുണ്ട്. അതുപോലെ പറിച്ചിരിക്കുന്ന പല്ലൊക്കെ അതിൻ്റെ അകത്ത് ഇട്ടാൽ 24 hours കഴിഞ്ഞാൽ അത് മുഴുവൻ ദ്രവിച്ചു പോകുന്നു, സുഷിരങ്ങളായിട്ടിരിക്കുന്നത് കാണാം. ഇത് നമ്മുടെ ശരീരത്തിൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് മതി. ഇത് കുടിച്ചു കഴിഞ്ഞാൽ
അതിൽ നിന്ന് വരുന്ന അസുഖങ്ങളും ദൂഷ്യങ്ങളും ഒക്കെ എന്തുമാത്രമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലുള്ള നമ്മൾ ബേക്കറി സാധനങ്ങളാണ് കഴിക്കുന്നത് അല്ലേ. ഏതെങ്കിലും ഒരു സാധനം വേണമെങ്കിൽ നമ്മൾ ഉടനെ ബേക്കറിയിൽ നിന്ന് ചെന്ന്, പ്രത്യേകിച്ച് കുട്ടികൾ, സ്ത്രീകൾ, വീട്ടമ്മമാരൊക്കെ വിരുന്നുകാരൊക്കെ വന്നാൽ കൊടുക്കുന്ന ഇതാണ്. അല്ലാതെ വീട്ടിൽ പഴയ പലഹാരങ്ങളോ ഒന്നും ഉണ്ടാക്കി കൊടുക്കാനല്ല. പണ്ടൊക്കെ വീട്ടമ്മമാരൊക്കെ കോഴിക്കോട്ടെ അതുപോലെ കുമ്പളപ്പൂ ഇങ്ങനെയൊക്കെയുള്ള നാട്ടിലുള്ള അതാത് സമയങ്ങളിൽ കിട്ടുന്നതുകൊണ്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഇന്നത് മുഴുവൻ ബേക്കറി സാധനങ്ങൾ മേടിച്ച് ഇത് മുഴുവനും അതിൻ്റെ കളറും അതിന് ചേർത്തിരിക്കുന്ന നിറവും അതിന് ചേർത്തിരിക്കുന്ന പ്രിസർവേറ്റീവ്സും ഒന്നാം തരം വിഷമാണത്. ഇതെല്ലാം ചേർത്തിട്ട് എന്താണ് ഒരു കോളും കൂടി. തീർച്ചയായിട്ടും. ഹലോ മെഡി ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഞാൻ നമസ്തേ ഡോക്ടർ. നമസ്തേ. പേര് പറയൂ. ഹലോ, പേര് ശ്രീനത്ത്. ഓക്കെ, ശ്രീനത്ത്. എന്താണ് ശ്രീനത്ത്? ഹലോ, നമസ്തേ ഡോക്ടർ. നമസ്തേ. എന്റെ പേര് ശ്രീനത്ത്. പറഞ്ഞോ ശ്രീനത്തെ, എന്താണ്? ഡോക്ടർ, ഞാനൊരു പ്രമേഹ രോഗിയായിരുന്നു. ഹലോ, പ്രമേഹ രോഗിയായിരുന്നു. ഡോക്ടർ, ഞാനൊരു പ്രമേഹ രോഗിയായിരുന്നു. കേക്കാം ശ്രീനത്തെ, പറഞ്ഞോ. ഞാൻ എസ് ഹോസ്പിറ്റലിൽ ഡിസംബർ മാസം മുതൽ ഋഷി ഹോസ്പിറ്റലില് ആണോ? ഞാൻ അവിടുത്തെ മരുന്നാണ് ഞാൻ കഴിക്കുന്നത്. ഡിസംബർ മാസത്തിലാണ് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ വന്നത്. അത് ഋഷിയുടെ ഏത് ഹോസ്പിറ്റലിലാണ് വന്നത്? കൊട്ടാരക്കര ഹോസ്പിറ്റലാണ്. ശരി. എനിക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു വരുന്ന സമയത്ത്. കൊട്ടാരക്കര അതെ. എന്തൊക്കെയാണ് പറയാനുള്ളത്? എന്തൊക്കെയാണ്? എനിക്ക് അവിടെ വന്നപ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്? എന്തൊക്കെയായിരുന്നു? നമുക്ക് എനിക്ക് കയറ്റം കയറാൻ പറ്റത്തില്ലായിരുന്നു. ജോലി ചെയ്യുമ്പോൾ കിതയ്ക്കുകയും ഭയങ്കര ക്ഷീണവും ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ അന്നത്തേനേക്കാൾ അപേക്ഷിച്ച് ജോലി ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. 2-3 മാസം കൊണ്ട് അതിനൊരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ? ഉണ്ട്. എനിക്ക് എന്റെ പ്രമേഹത്തിന് എനിക്ക് നോർമലായി. എന്താണ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്? എന്താണ് നേരത്തെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്? എന്തൊക്കെയായിരുന്നു? ടാബ്ലറ്റ് ആണ് കഴിച്ചത് അല്ലേ? ഇൻസുലിൻ ഇല്ലായിരുന്നല്ലോ. അല്ല, പേര് പറയണമെന്നില്ല. ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരുന്നു അല്ലേ? അത് കുറയ്ക്കാനായിട്ട് പറ്റിയില്ലോ അല്ലേ? കുറയ്ക്കാനായിട്ട് പറ്റി. എനിക്ക് ജോലി ചെയ്യുന്നതിനോ നടക്കുന്നതിനോ ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇല്ല. ഞാൻ ഇപ്പം നല്ല ഇതായിട്ടാണ് ഞാൻ. അതിന് ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ടായിരിക്കും വിളിച്ചത് ആണോ? ആണ്. തീർച്ചയായിട്ടും ഇങ്ങനെയൊന്ന് വിളിച്ചു പറഞ്ഞാൽ തോന്നിയത് വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും അത് പൂർണ്ണമായിട്ടും അറിയുള്ളൂ. ഒരു 3 മാസം കൊണ്ട് ഇത്രയും വ്യത്യാസം വന്നാൽ കുറച്ച് നാളത്തെ ഉപയോഗം കൊണ്ട്, അതാണ്ട് 1 വർഷമെങ്കിലും മരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും നമ്മുടെ ശരീരത്തിലുള്ള മെറ്റബോളിസം മുഴുവൻ ശരിയാവുന്നത്. നമ്മൾ എന്തോ താല്പര്യമാണ്. അപ്പൊ അവിടുത്തെ ഡോക്ടർ പറയും വ്യത്യാസമുണ്ട്. അപ്പൊ കൊട്ടാരക്കരയിലെ ഡോക്ടർ പറയുന്നത് അനുസരിച്ച് കുറച്ച് നാളുകൂടെ ഈ മരുന്ന് ഉപയോഗിച്ചുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് വേറെ മരുന്നുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ ഇത് കുറച്ച് നാളുകൂടെ ഉപയോഗിച്ചിട്ട് ഇതും കുറച്ച് കൊണ്ടുവന്ന് പൂർണ്ണമായിട്ടും ഒരു മരുന്നും ഇല്ലാതെ, ഒരസുഖവും വരാതെ, ആ ചിട്ടയായിട്ടുള്ള ലൈഫിൽ അതോടുകൂടി ഒരു മരുന്നുകളും ഇല്ലാതെ, ഒരസുഖവും വരാതെ ഇരിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ സിനാത്ത്, വിളിച്ചത് നന്ദി. ഡോക്ടർ, നമ്മളുടെ സമയവും തീരുകയാണ്. അപ്പോൾ എന്തായാലും ഭക്ഷണ ക്രമത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഏവരും അല്ലേ? നമ്മളുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും കൃഷി ചെയ്ത് തന്നെ പറ്റുമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടുന്നൊക്കെ കൊണ്ടുവരുന്ന വഴുതനയും വെണ്ടയ്ക്കായും കോവയ്ക്കായും അത് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ മുറ്റത്ത് തന്നെ പൂച്ചെടി നടുന്ന പോലെ, റോസച്ചെടി നടുന്ന പോലെ ഒരു ചാക്കിനകത്ത് ഇടം ഉണ്ടെങ്കിൽ എടുത്ത് നടുക ഭൂമിയിൽ. അതല്ല, ചാക്കിനകത്തെങ്കിലും കുറച്ച് വളമൊക്കെ ഇട്ട് ഒരു മണ്ണൊക്കെ ഇട്ട് ഓരോ വഴുതനയ അല്ലെ ഓരോ വെണ്ട എങ്കിലും മാന്തി വെക്കാൻ പറ്റിയാൽ അത് മിച്ചം വരുന്ന അയൽവക്കക്കാർക്ക് കൊടുത്താൽ ഈ
ഈ അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞങ്ങളത് കുറച്ച് ഫാമിലിയിൽ ഞങ്ങളത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. 100% വിജയമായിരുന്നു. ഓക്കെ ഡോക്ടർ, എന്തായാലും ഇത്രയും വിശദമായി പറഞ്ഞ ഡോക്ടർക്ക് വളരെയധികം നന്ദി. ഇന്നത്തെ നമ്മുടെ മെഡിടോക്കിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത മെഡിടോക്കിൽ മറ്റൊരു വിഷയവും മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.